നമസ്കാരം. നിങ്ങളുടെ ഗൃഹങ്ങളിൽ ഗണേശ വിഗ്രഹം, വിഘ്നേശ്വരൻ്റെ, ഗണപതിയുടെ വിഗ്രഹം സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഫലം വിപരീതമായിരിക്കും. ശ്രദ്ധിച്ചോളൂ. വിവിധ വസ്തുക്കളിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ അലങ്കാരത്തിനായി ഗൃഹങ്ങളിൽ സൂക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ വിഗ്രഹങ്ങളൊന്നും തന്നെ വെറുതെ ഗൃഹങ്ങളിൽ സൂക്ഷിക്കുവാനോ വയ്ക്കുവാനോ പാടില്ല എന്നതാണ് വസ്തുത. പ്രത്യേകിച്ചും ഗണപതി വിഗ്രഹങ്ങൾ. ഇവ നിർമ്മിച്ചിരിക്കുന്ന വസ്തു എന്താണോ അതിനനുസരിച്ച് വേണം അവ സ്ഥാപിക്കേണ്ടുന്ന ഇടങ്ങൾ നിശ്ചയിക്കേണ്ടത്. വിശേഷഭാവത്തിൽ മനസ്സിലാക്കേണ്ടതിനെയാണ് ഹൈന്ദവർ വിഗ്രഹമായി കണക്കാക്കുന്നതും ആരാധിക്കുന്നതും. വിഗ്രഹാരാധനയ്ക്ക് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിലും വീടുകളിലും വിഗ്രഹാരാധന പൊതുവാണെങ്കിലും ആരാധനാക്രമം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കണം. അല്ലാത്തപക്ഷം ഗുണത്തേക്കാളേറെ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക. നാം ഏതൊരു കാര്യം ആരംഭിക്കുന്നതിനു മുൻപും സർവവിഘ്ന വിനാശകനായ ഗണപതിയെ പൂജിക്കാറുണ്ട്. വിഘ്നേശ്വരനെ പ്രസാദിപ്പിക്കാതെ നടത്തുന്ന കാര്യങ്ങൾക്ക് ഫലം കാണില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗണേശ വിഗ്രഹം തങ്ങളുടെ ഗൃഹങ്ങളിൽ സൂക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിക്കവരും. ജ്യോതിശാസ്ത്രപ്രകാരം ഗണപതി വിഗ്രഹം ഗൃഹത്തിൽ സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ വയ്ക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ്. വിവിധ ലോഹങ്ങൾ, മരത്തടി, കളിമണ്ണ് തുടങ്ങിയ വസ്തുക്കളിലാണ് പൊതുവെ വിഗ്രഹങ്ങൾ നിർമ്മിക്കാറുള്ളത്. കളിമണ്ണിൽ തീർത്ത ഗണേശ വിഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ, അതായത് കന്നിമൂല ദർശനമാക്കി വേണം വയ്ക്കുവാൻ. ഇങ്ങനെ സ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ദർശനമായി വയ്ക്കുന്നത് വളരെയധികം ദോഷഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഇനി മരത്തടിയിൽ തീർത്ത ഗണേശ വിഗ്രഹങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ ആയുരാരോഗ്യം, വിജയം എന്നിവയാണ് ഗുണഫലങ്ങൾ. എന്നാൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ദിശയിലായിരിക്കണം വിഗ്രഹം വയ്ക്കേണ്ടത്. തെക്ക് കിഴക്ക് ദിശയിൽ ഇവ ഒരിക്കലും വയ്ക്കുവാൻ പാടുള്ളതല്ല. പിച്ചളയിൽ തീർത്ത ഗണേശ വിഗ്രഹമാണെങ്കിൽ വീടിൻ്റെ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നീ ദിശകളെ ദർശനമാക്കി വയ്ക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു. എന്നാൽ വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിൽ വച്ചാൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. ചെമ്പിൽ തീർത്ത ഗണേശ വിഗ്രഹമാണെങ്കിൽ സന്തതി പരമ്പരകളുടെ ക്ഷേമവും ഐശ്വര്യവും ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമാണ്. ചെമ്പുകൊണ്ടുള്ള ഗണേശ വിഗ്രഹങ്ങൾ കിഴക്കോ തെക്കോ ദിശയിലാണ് വെക്കേണ്ടത്. തെക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ ഉള്ള ദിശകളിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇനി വെള്ളിയിൽ തീർത്ത ഗണേശ വിഗ്രഹങ്ങളാണെങ്കിൽ പേരും പെരുമയും നിങ്ങൾക്ക് നേടിത്തരുന്നു. ഇനി വെള്ളിയിൽ തീർത്ത ഗണേശ ചിത്രത്തിനും ഇതേ ഗുണഫലം തന്നെയാണുള്ളത്. വടക്കു പടിഞ്ഞാറ്, പടിഞ്ഞാറ്, തെക്ക് കിഴക്ക് എന്നീ ദിശകൾ ദർശനമാക്കി വിഗ്രഹം വയ്ക്കുന്നതാണ് അത്യുത്തമം ഫലാർഹം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, അതൊരു സാധാരണ കാര്യമാണെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിക്കുന്നതും അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങളുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ഈ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി
എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്ന പരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.